ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അതിൽ ടേം 2 നമ്മളെ ക്വസ്റ്റ്യൻസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 2025-26 നോക്കൂ. സെക്ഷൻ എ. സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻ ഓഫ് സ്കോർ 1 ഈച്ച്. സെലക്ട് ദ കറക്റ്റ് ആൻസർ. വാട്ട് ഇസ് ദ റിസൾട്ട് ഓഫ് -8+3? -8+3ൻ്റെ റിസൾട്ട് ഇതിൽ ഏതാണ്? -8+3 അല്ലേ. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമാണ് അല്ലേ. അപ്പോൾ 8 വലുതാണല്ലോ, 3 കുറയ്ക്കുക അല്ലേ. 8ന്ന് 3 കുറച്ച് എത്രയാണ്? 5. ഇനി വലുത് ഏതാതിൽ നെഗറ്റീവ് അല്ലേ, അപ്പോൾ -5 ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഡെസിമൽ ഫോം. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഡെസിമൽ ഫോമിൻ്റെ ആയിട്ട് അതാണല്ലേ, വായിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 1, ഡെസിമൽ ഫോം 1/3 ഈസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ. ആണോ? ടെർമിനേറ്റ് എൻഡ് ചെയ്യുന്നുണ്ട് 1/3? ഇല്ല അല്ലേ. പിന്നെ ടെർമിനേറ്റ് ചെയ്യുന്നില്ല അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 2, 1/3 = 0.333. ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രോം ദോസ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആണോ? അല്ല അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫാൾസ് ആണോ? അല്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. ശരിയാണോ? സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ ശരിയാണ് അല്ലേ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫാൾസ് അല്ലേ. അപ്പോൾ ഏതാ നമുക്ക് നമ്മളെ ശരിയായിട്ടുള്ളത് ഏതാണ്? ബി ആണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഫാൾസ് ആണ് അല്ലേ. ടെർമിനേറ്റ് ചെയ്യുന്നില്ല. 1/3 ഡിവൈഡഡ് ബൈ 0.3333 അങ്ങനെ എക്സെട്ര ആയി പോവാണ് അല്ലേ. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ ആണ് കേട്ടോ. എന്താണ്? 1/3 = 0.333. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ 8 cm, വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? സിമ്പിൾ അല്ലേ. ഡയമീറ്ററാണ് 8 തന്നത് അല്ലേ. റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതിയാണ് അല്ലേ. ഡയമീറ്റർ ബൈ 2 അല്ലേ. 8/2 എത്രയാണ്? 4 ആണ് കേട്ടോ. അപ്പം നമ്മളെ റേഡിയസ് എത്രയാണ്? 4. റേഡിയസ് 4 ആണ്. ദെൻ നെക്സ്റ്റ്, ഇഫ് 3x = 18, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. 3x = 18 ആണല്ലോ. അപ്പോൾ x = 18 ഡിവൈഡഡ് ബൈ 3 അല്ലേ. ഇൻറ്റു 3 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3. 18 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? 6 ആണ്. നെക്സ്റ്റ് സെക്ഷൻ ബി ആട്ടോ. ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ് ഓഫ് സ്കോർ 2 ഈച്ച്. ഡ്രോ എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 6 cm യൂസിങ് എ റൂളർ ആൻഡ് കോമ്പസ്. നിങ്ങൾ എന്താക്കുക? റൂളറും കോമ്പസും വെച്ചിട്ട് എന്താക്കുക? 6 cm എടുത്തിട്ട് എ ബി എന്നുള്ള ലൈൻ വരച്ചിട്ട് എ ബി എന്ന് അടയാളപ്പെടുത്തുക. ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചൂടെ? ആദ്യം ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. ഒരു ലൈൻ വരയ്ക്കുക. സോറി കേട്ടോ. ഓക്കെ. ഒരു ലൈന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ. ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക? 6 cm വരയ്ക്കുക. എ ബി അടയാളപ്പെടുത്തുക. ഇവിടെ എയും ഇവിടെ ബിയും അടയാളപ്പെടുത്തുക. ഇനി എന്താക്കുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുക? ഇവിടെ നിന്ന് കോമ്പസ് കുത്തിയിട്ട് പകുതിയിലേറെ അളവ് എടുത്തിട്ട് എന്താക്കുക? ഒരാർക്ക് ഇവിടെ കട്ട് ചെയ്യുക, ഒരാർക്ക് ഇവിടെ താഴെയും കട്ട് ചെയ്യുക. ഓക്കെ. ഇനി അതേപോലെ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് എന്താക്കുക? ഇങ്ങോട്ടേക്ക് ഒരാർക്ക് അതേ അളവിൽ എന്താക്കുക? ആർക്ക് കട്ട് ചെയ്യുക. എന്താക്കുക? ആർക്ക് കട്ട് ചെയ്യുക അല്ലേ. എന്നിട്ട് രണ്ടും ജോയിൻ ചെയ്യുന്ന സ്ഥലം എന്താക്കുക? അപ്പോൾ ഇത് വരച്ച് തെറ്റിയിട്ടാട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക കേട്ടോ. ഇവിടെയാണ് എന്താക്കുക? ആർക്ക് വരിക കേട്ടോ. ഓക്കെ. അങ്ങനെ ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കേട്ടോ. ശരിയായിട്ട് വരയ്ക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇൻ എ ക്ലാസ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് 3:4 ആണ്. ഇഫ് ദർ ആർ 21 ബോയ്സ്, ഹൗ മെനി ഗേൾസ് ആർ ദർ? എന്താണ്? 21 ബോയ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. എത്ര ഗേൾസ് ഉണ്ടെന്ന് വെച്ചിരിക്കുന്നത്? 3:4 ആണ് എന്ത്? 21 ബോയ്സ് അല്ലേ. സോറി, 3:4 ആണ് റേഷ്യോ ബോയ്സും ഗേൾസിനും ഉള്ളത് അല്ലേ. ബോയ്സ് ആണ് 3, ഗേൾസ് 4 അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇവിടെ 3:4 ആണല്ലോ. അപ്പോൾ 3x + 4x എങ്ങനെ നമുക്ക് ചെയ്യാം? അപ്പോൾ നോക്കൂ, റേഷ്യോ ബോയ്സ് 3 ആണ് അല്ലേ. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം അവിടെ തന്നു 21 അല്ലേ. അപ്പോൾ എന്താ? 21/3 ചെയ്ത് നോക്കുക. അപ്പോൾ 7 കിട്ടും അല്ലേ. അപ്പോൾ 7നോട് എന്താക്കുക? ഇതും ഇൻറ്റു ചെയ്ത് നോക്കുക അല്ലേ. അത് ബോയ്സിൻ്റെ 7, 3 × 7 21 അല്ലേ. ഇനി ഗേൾസിൻ്റെ 4 അല്ലേ. അപ്പോൾ 4 × 7 എത്രയാണ്? 28. അപ്പോൾ 28 ഗേൾസ് ആണ് വരിക കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ പാറ്റേൺ. 5 - 3 = 2 ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, 3 - 5 = -2. ഇനി 5 - 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -3 അല്ലേ. ഓക്കെ. ഓക്കെ. -3 അല്ലേ. സെപ്പറേറ്റ് ലാർജർ പോസിറ്റീവ് നമ്പർ ഫ്രം എ സ്മോളർ പോസിറ്റീവ് നമ്പർ റിസൾട്ട് നെഗറ്റീവ് അല്ലേ. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. അത്ര തന്നെ. ദെൻ നെക്സ്റ്റ് എന്താണ്? write the fraction in 1/8 in a decimal form. 1/8 decimal form ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യേണ്ട മെത്തേഡ് അറിയില്ല, അങ്ങനെ ചെയ്യാം കേട്ടോ.
0.125 എന്ന് കിട്ടും. ഇതാ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ്, ഇതാ ഇങ്ങനെ ചെയ്യാം കേട്ടോ. 1/8 ഈക്വൽ ടു ഡിനോമിനേറ്റർ എന്താക്കുക, ഒന്നുകിൽ 10 ആക്കാൻ കഴിയും നോക്കുക, അല്ലെങ്കിൽ 100 ആക്കാൻ കഴിയും നോക്കുക, അല്ലെങ്കിൽ 1000 ആക്കാൻ കഴിയും നോക്കുക. അപ്പോൾ 8നോട് 125 ഇൻറ്റു ചെയ്താണ് 1000 കിട്ടുക അല്ലേ. അപ്പോൾ മുകളിലും താഴത്തും 125നോട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 0.125 എന്ന് കിട്ടുക. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കൂ, സെക്ഷൻ സി. രാജു ഏജ് ഈസ് 3 times ഹിസ് സൺസ് ഏജ്. രാജുവിൻ്റെ ഏജ് എന്താണ്, അവൻ്റെ മകൻ്റെ 3 ഇരട്ടിയാണ് രാജുവിൻ്റെ ഏജ് അല്ലേ. ആഫ്റ്റർ 10 years 10 വർഷം കഴിഞ്ഞപ്പോൾ സം ഓഫ് ദെയർ ഏജ് വിൽ ബി 60. 10 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഏജ് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 60ആയി. ടേക്ക് ദ സൺസ് കറൻറ്റ് ഏജ് എക്സ്. എന്താണ്, കുട്ടീൻ്റെ ഏജ് എക്സ് ആക്കി എടുക്കുക. അപ്പോൾ സൺസ് ഏജ് പറയുമ്പോൾ നമുക്ക് എന്താണ്, രാജുവിൻ്റെ ഏജ് ഈക്വൽ ടു എന്താണ് 3x എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ എക്സ്പ്രഷൻ ഓഫ് രാജുസ് കറൻറ്റ് ഏജ്, റൈറ്റ് ഇക്വേഷൻ ബേസ്ഡ് ഓൺ സം ആൻഡ് ദെയർ ഏജസ് ആഫ്റ്റർ 10 years, ഫൈൻഡ് ദെയർ കറൻറ്റ് ഏജസ്. അത് രണ്ടും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം, രാജുവിൻ്റെ കറൻറ്റ് ഏജ് 3x ആണ് അല്ലേ. സണ്ണിൻ്റെ എക്സ് ആക്കി എടുക്കുക. ഇക്വേഷൻ ആഫ്റ്റർ 10 years സൺസ് ഏജ് ഈക്വൽ ടു x+10. അപ്പോൾ രാജുവിൻ്റെ ഏജ് 3x+10 അല്ലേ. സമ്മ് x+10 പ്ലസ് 3x+10 is equal to 60. ഇതൊന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ 4x+20 is equal to 60 അല്ലേ. കറൻറ്റ് ഏജ് എന്താണ്, 4x ആണ് അല്ലേ. 4x is equal to 60 minus 20. അപ്പോൾ 60 minus 20 പറയുമ്പോൾ എത്രയാണ്, 40 അല്ലേ. അപ്പോൾ 4x is equal to 40. x is equal to എന്താണ്, 14/4 അല്ലേ. 14/4 എന്നാണ് 10 അല്ലേ. സൺസ് ഏജ് 10ഉം രാജുവിൻ്റെ ഏജ് എത്രയാണ്, 3 × 10 30 years ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ് 10ാമത്തത്. ഇൻ എ സർക്കിൾ എ കോഡ് ഓഫ് ലെങ്ത് 8 cm is drawn. The distance from the center to the chord is 3 cm. Draw a rough figure representing this. Calculate the radius of the circle using Pythagoras theorem. എന്താക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക. കോഡ് ലെങ്ത് 8 cm ആണ്. ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ കോഡ് 3 cm കേട്ടോ. അത് വരച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഒരു സർക്കിൾ അല്ലേ വിത്ത് സെൻറ്റർ ഓഫ് കോഡ് എ ബി വരയ്ക്കുക. പെർപെൻഡിക്കുലർ OM ഫ്രം സെൻറ്റർ ടു കോഡ്. ഇനി പൈത്തഗോറസ് തിയറം വെച്ചിട്ട് എന്താക്കുക, നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. എന്നിട്ട് റേഡിയസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താക്കുക, റേഡിയസ് √25 is equal to 5 കേട്ടോ. നിങ്ങളത് ചെയ്ത് നോക്കുക പൈത്തഗോറസ് തിയറം വെച്ചിട്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, or construct a triangle with a side 4 cm, 5 cm, 6 cm. The circle of this triangle അല്ലേ. അപ്പോൾ എന്താക്കുക, ട്രയാങ്കിൾ ആദ്യം വരയ്ക്കുക അല്ലേ. 4 cm എന്താണ് ബേസ് ആക്കി എടുത്തിട്ട് 5 cm കോമ്പോസ്റ്റ് ഇതാക്കിയിട്ട് ആർക്ക് കട്ട് ചെയ്യുക. മറ്റേ അടുത്തുനിന്ന് 6 cm കോമ്പോസ്റ്റ് എടുത്തിട്ട് ഇവിടെ നിൽക്കും എന്താക്കുക, ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് അത് ജോയിൻ ചെയ്യുക. അപ്പോൾ ട്രയാങ്കിൾ കിട്ടും അല്ലേ. ഈ സർക്കിൾ വരയ്ക്കുക. എന്തൊക്കെ ബൈസെക്ടർ വരച്ചിട്ട് സെൻറ്റർ കിട്ടിയിട്ട് എന്താക്കുക, സർക്കിൾ വരയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സർക്കിൾ വരയ്ക്കാൻ കഴിയും. ദെൻ നെക്സ്റ്റ് എന്താണ്, the sides of a triangle are in the ratio 3:4:5. Okay, and its perimeter 36 cm. Find the length of the sides of triangle. Is this right angle triangle y? അപ്പോൾ എന്താണ് 3:4:5 ആണല്ലോ. അത് ഒരു ട്രയാങ്കിൾ ആണ്ട് സൈഡാണ് അല്ലേ. അപ്പോൾ പെരിമീറ്റർ 36 നിന്നിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് 3x + 4x + 5x is equal to 36 എഴുതുക. എന്നിട്ട് എന്താക്കുക, 3x 4x എത്ര 7x 7x + 5x എത്രയാണ് 12x അല്ലേ. 12x is equal to 36. x is equal to 36/12 3 അല്ലേ. അപ്പോൾ x നമുക്ക് എന്ത് 3 കിട്ടും അല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ലെങ്ത് എന്തേക്കും 3 × 3 9ഉം 4 × 3 12ഉം പിന്നെ 5 × 3 15 അല്ലേ. അപ്പോൾ 9ഉം 12ഉം 15ഉം ആണ് എന്ത് ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ. ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. എന്താ പൈത്തഗോറസ് തിയറം വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്താണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് നോക്കുക അല്ലേ. കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. രണ്ട് ഈക്വലായി വരുന്നുണ്ടല്ലോ. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ദെൻ നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ദ ഫോളോയിങ് ആസ് ഡെസിമൽസ്. 3/10 + 1/5/100. റൈറ്റ് ദ ഫോളോയിങ് ഇത് ഡെസിമൽ ആക്കാനാണ്. അപ്പോൾ 3/10 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.3 അല്ലേ. അടിയിൽ എത്ര പൂജ്യം ഉണ്ട് നോക്കൂ അല്ലേ. ഇവിടെ എണ്ണീട്ട് ഈ നമ്പറിന് ഇവിടുന്ന് കൊണ്ട് എണ്ണു 0.3 പ്ലസ് ഈ 5/100 അല്ല, അടിയിൽ 2 പൂജ്യം അല്ലേ. അപ്പോൾ 5 ഒന്നേ ഉള്ളൂ. ഇവിടുത്തെ ഒരു പൂജ്യം ഇട്ട് കൊടുത്തിട്ട് ഒരു കുത്തിടുക അല്ലേ. അപ്പോൾ 0.3 + 0.05 അല്ലേ. അപ്പോൾ 0.3 + 0.05 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.35 അല്ലേ. ദെൻ നെക്സ്റ്റ് 1 ഓക്കെ 0.35. ദെൻ നെക്സ്റ്റ് എന്താണ് 1/2 + 1/4 അല്ലേ. അപ്പോൾ 2 ഇവിടെ ഡിനോമിനേറ്റർ ഒന്നുകിൽ 10 ആക്കുക, അല്ലെങ്കിൽ 10 ആക്കാൻ കഴിയില്ലെങ്കിൽ 100 ആക്കാൻ കഴിയില്ലെങ്കിൽ 1000 അങ്ങനെ ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ 1/2
അപ്പോൾ 2നോട് എന്തിൻ്റെ ചെയ്താലാണ് 10 കിട്ടുക 5 അപ്പോൾ മുകളിലും താഴത്ത് നമ്മൾ 5നോട് ഇൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് 5/10 കിട്ടും. നെക്സ്റ്റ് താഴെ 1/4 4 ആണല്ലോ. 4നോട് എന്ത് ഇൻഡ് ചെയ്താൽ 10 കിട്ടും? ഇല്ല. ഇനി 4നോട് എന്ത് ഇൻഡ് ചെയ്താൽ 100 കിട്ടും? നോക്കൂ, കിട്ടില്ല. 25. അപ്പോൾ 25 മുകളിലും താഴത്തും 25നോട് ഇൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ 1 × 25 25/4 × 25 100 അല്ലേ. അപ്പോൾ 25/100. അപ്പോൾ എന്ത് കിട്ടും? അത് 0.25 എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിൽ 5/10 അല്ലേ. അപ്പോൾ 0.5. അപ്പോൾ 0.5 + 0.25 എത്രയാണ്? 0.75 കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് അല്ലേ. വാട്ട് ഇസ് വാല്യൂ ഓഫ് 1/10 + 1/100 + 1/1000 ഇൻ ഡെസിമൽ ഫോം? 1/10 എന്ന് പറഞ്ഞാൽ 0.1, 1/100 എന്ന് പറഞ്ഞാൽ 0.01, 1/1000 എന്ന് പറഞ്ഞാൽ 1.001 അല്ലേ. അപ്പോൾ എല്ലാം കൂടി പ്ലസ് ചെയ്ത് എന്ത് കിട്ടും? 0.111 അല്ലേ. എല്ലാം കിട്ടുന്നത് യെസ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, നിങ്ങൾ പ്ലസ് ചെയ്ത് നോക്കുക. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1/9. 1/9ൻ്റെ ഡെസിമൽ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പഠിച്ചതല്ലേ, അത് വെച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. 0.111 ലാഫ്റ്റർ ഡിവൈഡിങ് 1/9. ദെൻ നെക്സ്റ്റ് എന്താണ്? സെക്ഷൻ ഡി ആണ്. ഡ്രോ ആൻ ആംഗിൾ 60 ഡിഗ്രി. 60 ഡിഗ്രി ആയിരിക്കും. കൺസ്ട്രക്ട് എ ബൈസെക്ടർ ഓഫ് ദിസ് ആംഗിൾ ടു ഗെറ്റ് ആൻ ആംഗിൾ 30. എന്താക്കുക? ബൈസെക്ടർ വരച്ചിട്ട് അറിയാലോ എങ്ങനെയാണ് ബൈസെക്ടർ വരയ്ക്കുക. ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടേക്ക് ആദ്യം സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക? 60 ഡിഗ്രിയുള്ള ആംഗിൾ എടുത്തിട്ട് നമുക്ക് എന്താക്കുക? ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഓക്കെ 60 ഡിഗ്രി കേട്ടോ. ഇനി എന്താക്കുക? ഈ ഇവിടുന്ന് കോമ്പസ് എടുത്തിട്ട് ഒരു ജസ്റ്റ് ഒരു ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ. ഇനി എന്താക്കുക? കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇനി ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കുക? ഇതാ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് 30 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇത് 30 ഡിഗ്രി. ഇതും 30 ആണ്, 60 അല്ലേ. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് കിട്ടില്ല, നടുക്കുള്ളത് കിട്ടും അല്ലേ. അപ്പോൾ 30 ഡിഗ്രി. പ്രൂവ് ദാറ്റ് എനി പോയിന്റ് ഓൺ ദ ആംഗിൾ ബൈസെക്ടർ ഈസ് ഇക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ ആംസ് ഓഫ് ദ ആംഗിൾ. അപ്പോൾ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏത് ആംഗിൾ എടുത്താലും അതിൻ്റെ പകുതി ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ, സെയിം ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ അല്ലേ. രണ്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താക്കുക? നിങ്ങൾ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് പ്രൂഫ് ചെയ്യുന്ന എന്താണ്? From a point on the bisector, draw a perpendicular to the arms. Compare the two resulting triangle. They are congruent. Common hypotenuse equal angles ആണ്. Proving the perpendicular distances are equal. Then next എന്താണ്? Draw a rhombus with diagonal of length 6 cm 8 cm. Measure the length of one side. എന്താണ്? റോംബസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഡ്രോ ലൈൻ സെഗ്മെൻറ്റ് എന്താണ്? AC 6 cm വരയ്ക്കുക. ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ AC വരയ്ക്കുക. പിന്നെന്താണ്? മാർക്ക് ദ മിഡ് പോയിന്റ് ഓഫ് സിൻസ് ദ അതർ ഡയഗണൽ 8 cm, കട്ട് ഓഫ് ലെങ്ത് 4 cm ആൻഡ് O on both side of the bisector point B and D അല്ലേ. പിന്നെ join ABC and D അല്ലേ. ABCD is a required rhombus. Measure the side of length 5 cm ആയിക്കോട്ടെ. പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ എന്താണ് കിട്ടും കേട്ടോ. √3² + 4² എന്ന് പറഞ്ഞാൽ √9 + 16, √9 + 16 എന്ന് പറഞ്ഞാൽ √25 = 5. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇതൊക്കെ പഠിച്ചതാണ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്തു നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ കേട്ടോ. ആൻസറൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. A rectangle has a perimeter 50 meter, length 5 meter more than the width. If the width taken as W, find the expression. We write the expression for the length. Communication of the perimeter, find the length and width of the rectangle. Expression length is equal to W + 5 എന്ന് കിട്ടില്ല. Equation perimeter equal to 2 × L + W, 50 equal to അങ്ങനെ വെച്ചിട്ട് എന്താക്കുക? നമുക്ക് 4W + 10 കിട്ടും. ഓക്കെ. ദെൻ സൊല്യൂഷൻ 4W is equal to എന്താണ്? 15 - 10 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 4W is equal to എന്താണ്? 40 അല്ലേ. ഇനി 4W is equal to 40/10 is equal to W equal to 10 കിട്ടും അല്ലേ. വിഡ്ത്ത് 10ഉം ലെങ്ത്ത് 10 + 5 15 മീറ്ററുമാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? കാൽക്കുലേറ്റ് -10 - 5 അല്ലേ. രണ്ട് നെഗറ്റീവ് എന്നാൽ എന്താ? പ്ലസ് ചെയ്തിട്ട് നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ -15 ആണ് അല്ലേ. ദെൻ കാൽക്കുലേറ്റ് -10 - -5. ഇനി എന്താണ്? ഇത് -10, ഇത് മൈനസ് അടുത്ത് വന്നല്ലോ, അപ്പോൾ പ്ലസ് ആക്കി കൊടുക്കുക. അപ്പോൾ -10 + 5 അല്ലേ. അപ്പോൾ -5 എന്ന് വരും കേട്ടോ ഇതിൻ്റെ ആൻസർ. An object is thrown upwards the speed of 49 m/s. The speed decreases by 9.8 m/s every second. Using the equation v is equal to 49 minus 9.8t, find the speed at t equal to 6 seconds. Interpret the negative sign. അപ്പോൾ
നോക്കൂ, ഇതെങ്ങനെ ചെയ്യുക കേട്ടോ നിങ്ങൾ കണ്ടോ. സ്പീഡ് കാൽക്കുലേഷൻ, interpretation, the negative sign indicate the object is moving downwards. Okay, then next എന്താണ് solve 3x plus 5 is equal to 20 from a point a number on line if you move 4 units right and then 7 units left, at which number will you arrive if you started at write the mathematical operation. ഇതിന് ആൻസർ എന്താണ് 3x is equal to 20 minus 5, അപ്പോൾ 15 അല്ലേ. 3x is equal to 15, x is equal to 15/3, 5, എക്സിൻ്റെ വാല്യൂ 5 ഉണ്ട് അല്ലേ. ഇനി ബാക്കിയുള്ള എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, നമ്പർ ലൈനിലെ സ്റ്റാർട്ട് അറ്റ് മൂവ് 4 റൈറ്റ് പ്ലസ് 4 അല്ലേ, മൂവ് 7 മൈനസ് 7 ആക്കുക, ഓപ്പറേഷൻ 4 മൈനസ് 7 ഈക്വൽ ടു -3 അല്ലേ, അറൈവ് ആയിട്ട് -3 എത്തുക. ദെൻ നെക്സ്റ്റ് നോക്കൂ, ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ 3:2. ഇഫ് ദ ലെങ്ത് ഈസ് 18 സെൻറ്റിമീറ്റർ വാട്ട് ഈസ് ദ വിഡ്ത്ത്. നിങ്ങൾ എന്താക്കുക, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക കേട്ടോ. കിട്ടുന്നത്ര നമ്മുടെ ആൻസർ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ ആൻസറും ശരിയാണോ നോക്കുക കേട്ടോ. പിന്നെ if the length is 18 centimeter what is the width? ലെങ്ത് 18 ആണെങ്കിൽ വിഡ്ത്ത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് അറിയാലോ അല്ലേ. ഇവിടെ ലെങ്ത് അല്ലേ, ലെങ്ത് വിഡ്ത്തല്ലേ, 3ൻ്റെ ഇതാണ് അല്ലേ. അപ്പം നമുക്ക് എന്താക്കുക, 18/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ആണല്ലേ. അപ്പോൾ 2 × 6 12 എന്ന് കിട്ടും വിഡ്ത്ത് കേട്ടോ. ഓക്കെ, 12 അല്ലേ വിഡ്ത്ത് നമുക്ക് എന്തൊക്കെ 12 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് എന്താണ് അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, if the rectangle is enlarged such that the ratio remains 3:2 and new width is 10 centimeter what is the new length? new length എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, എത്രയാണ് 15 centimeter കേട്ടോ. ഇതാ അങ്ങനെ ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്താണ്, prove that the sides of rectangle are in the ratio is to b and its area will be multiple of ab. അപ്പോൾ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താക്കുക, പ്രൂഫ് എങ്ങനെ ചെയ്യാം, ഇതാ if the sides are in the ratio is to b, let the sides of b ak and bk where k is a constant, area is equal to ak into bk. k ക്ക് പകരം x ആക്കി എടുത്താലും മതി കേട്ടോ. ab then k square is a number, the area is a multiple of the product ab. ഓക്കെ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എന്താക്കുക, ഇത്രയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചിട്ട് എന്താക്കുക, ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.